ഗുരുവായൂർ അമ്പലനടയിൽ വിപിൻ ദാസിന്റെ 4ാമത്തെ സംവിധാന സംരംഭം. പേരല്ലൂർ പ്രീമിയം ലീഗിന് ശേഷം ദീപു പ്രദീപിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ഈ ചിത്രം സിനി ദൂതിന് ഒരു ശരാശരി സിനിമാ അനുഭവമാണ് നൽകിയത്. 150 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകന് ഒരു 100 രൂപയുടെ എന്റർടൈൻമെന്റ് സിനിമ നൽകുന്നുണ്ട്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന് പ്രിയദർശൻ ഒരുക്കിയ ദിലീപ് നായകനായ വെട്ടം സിനിമയുടെ അതേ ചേലാണ് തോന്നിയത്. രസകരമായ സിറ്റുവേഷൻസും കോമഡികളും അടങ്ങിയ ആദ്യ പകുതി, എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത അടിയും ഇടിയും പുകയും മാത്രമുള്ള 2ാം പകുതിയും ക്ലൈമാക്സും. എഴുതി തുടങ്ങിയ വലിയ പുതുമയില്ലാത്ത എന്നാൽ രസകരമായൊരു പ്ലോട്ടിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന് തിരക്കഥാകൃത്ത് തീരുമാനിച്ചതുപോലെയാണ് സിനിമയുടെ പോക്ക്. തിരക്കഥയുടെ പിൻബലത്തിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയെ 2ാം പകുതിയിൽ ഉള്ള തിരക്കഥ കൊണ്ട് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കാം എന്ന മട്ടിൽ സംവിധായകൻ പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഈ സിനിമയിൽ സംവിധായകനേക്കാൾ കൂടുതൽ പണിയെടുത്തിട്ടുണ്ട് മ്യൂസിക് ചെയ്ത അങ്കിത് മേനോൻ. 2 സിനിമയ്ക്ക് ചെയ്യേണ്ട മ്യൂസിക്കെങ്കിലും ഈ ഒരൊറ്റ സിനിമയിൽ തന്നെയുണ്ട്. കാതടപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാത്ത ഒരൊറ്റ സീൻ പോലുമില്ല. കല്യാണത്തലേന്ന് വരനും വധുവിനും കുടുംബക്കാർക്കും ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കിയ പാട്ടിലെ വരികൾ എന്താണെന്ന് സിനിമ കണ്ടുവരുന്ന ഒരാളോട് ചോദിച്ചാൽ തമ്പുരാൻ അറിയാം എന്ന കലാഭവൻ മണിയുടെ തഗ് ഡയലോഗായിരിക്കും പറയുക. എഡിറ്റർ ജോൺ കുട്ടിയുടെ കത്രിക സിനിമയുടെ ആവശ്യാനുസരണം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി അഭിനേതാക്കളിലേക്ക് എത്തിയാൽ, പൃഥ്വിരാജ് അയാൾക്ക് അധികം വഴങ്ങാത്ത കോമഡിയെ കൈപ്പടിയിൽ ഒതുക്കാൻ നന്നായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫായി തന്നെ തുടരുന്നു. ഒരു ലോഡ് കഥാപാത്രങ്ങളിലുള്ള ഈ സിനിമയിൽ വേറെ ആരും വലിയ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്നില്ല. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വന്നാൽ, പൃഥ്വിരാജിന്റെ കഥാപാത്രം ആരെയാണ് ഇടിച്ചത്, എന്തിനാണ് ഇടിച്ചതെന്നൊന്നും ചോദിക്കരുത്. ആവഹളത്തിനിടയിൽ കൈ കിട്ടിയവനെയൊക്കെ ഇടിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലെ പൊട്ടത്തരങ്ങൾക്കിടയിലും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ്. ഒറിജിനലിനെ വെല്ലുന്ന തരത്തിൽ സെറ്റ് ഇട്ടതാണെന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട്. അതിന് ആർട്ട് വിഭാഗം ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. അപ്പോൾ നിർത്തുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ്. തിയേറ്ററിൽ തന്നെ കാണുക. നന്ദി.